ആരംഭിക്കുന്നു. പ്രത്യേകാൽ 103-ാം ജന്മദിനത്തിലേക്ക് പ്രവേശിച്ച നിന്റെ മകളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആരോഗ്യത്തോടെ കാത്തുപാലിക്കുന്ന കൃപയെ ഞങ്ങൾ സ്തുതിക്കുന്നു. തുടർന്നും നിന്റെ കൃപയിലും കരുണയിലും കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സന്നിധരായിരിക്കുന്ന സർവർക്കും വേണ്ടി ഞങ്ങൾ കരുണയും കൃപയും യാചിക്കുന്നു. സാഹചര്യം കൊണ്ട് കടന്നു വരുവാൻ കഴിയാതെ പോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ മാതാവിൻ്റെ എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും പൈതങ്ങളെയും ഓരോരുത്തരും ആയിരിക്കുന്നിടത്ത് അവിടുന്ന് കാത്തുകൊള്ളുമാറാകണമേ. ലോകം നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് അവിടുന്ന് പരിഹാരം വരുത്തി തരുമാറാകണമേ. ഞങ്ങളെയെല്ലാം വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യരാക്കുകയും തിരികെ പ്രകാരം ജീവിക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ള എല്ലാവരെയും പ്രത്യേകിച്ചാൽ പ്രിയ പ്രാപച്ചായനെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. ഇമ്പങ്ങളുടെ പർദീസായി വിശ്രമിപ്പിക്കണമേ. ലിസിയുടെ ആത്മാവിനും ശാന്തി നൽകണമേ. പൈതങ്ങൾ ആത്മനിറവോടെ വളരുന്നവരായി തീരണമേ. എല്ലാവരുടെയും നല്ല ജീവിതം കണ്ട് സന്തോഷിപ്പാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് നമ്മളൊരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. ഈ പുസ്തകം ഇന്ന് നമ്മൾ പ്രകാശനം ചെയ്യുന്ന പുസ്തകം തിരുമേനിയല്ലേ? ഈ പുസ്തകത്തിൽ ആശംസ എഴുതിയിരിക്കുന്ന ജോയൻ കുമരകം എന്ന എഴുത്തുകാരൻ ഈ ഫെബ്രുവരി 27-ന് 84-ാമത്തെ വയസ്സിൽ നിര്യാതനായി. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഒരു നിമിഷം തല ഉണക്കി നമുക്ക് അദ്ദേഹത്തെ ആദരിക്കാം. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസന നിൻ ജീവാസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി എല്ലാവർക്കും ഇരിക്കാം. അടുത്തായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ഒരു കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തി അമ്മാച്ചിയെ അനുഗ്രഹിക്കുന്ന നമ്മുടെ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഈ പുസ്തക അവലോകനം നടത്തുന്ന ശ്രീ AV ജോർജ്, ആശംസകൾ അർപ്പിക്കുന്ന അഡ്വക്കേറ്റ് സുനിൽ ജേക്കബ്, റവറൻഡ് ഫാദർ അലക്സാണ്ടർ എബ്രഹാം, ഗാനം ആലപിക്കുന്ന അതിഥി കൃഷ്ണ, റവറൻഡ് ജോജി എബ്രഹാം, റീബ ജോർജ്, ശ്രീമതി ഷക്കീല പുന്നവേലി, ശ്രീ ജോസഫ് ജേക്കബ്. ഇന്ന് ഈ യോഗം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണെന്ന് ഞാൻ കണക്കാക്കുന്നത്. അതിൻ്റെ കാരണം, നമ്മൾ സാധാരണ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അതിനോടുകൂടി ഒരു പുസ്തക പ്രകാശനം, മകളുടെ അമ്മയെ പറ്റി കുറിപ്പെഴുതുക, അല്ലെങ്കിൽ അമ്മ മകളെ പറ്റി കുറിപ്പെഴുതുക, മക്കൾ മാതാപിതാക്കളെ പറ്റിയൊക്കെ കുറിപ്പെഴുതുക, അത് പ്രകാശനം ചെയ്യുക എന്നുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് ഷക്കീല എന്ന സ്ത്രീ, മുസ്ലിം സ്ത്രീ, അമ്മാച്ചിയെ ശുശ്രൂഷിക്കാനായിട്ട് ഈ ഭവനത്തിൽ വന്നിട്ട് ഏതാണ്ട് 1.5 വർഷമായി. അമ്മാച്ചിയെ ശുശ്രൂഷിച്ചു. അമ്മാച്ചിയുടെ സ്നേഹം പിടിച്ചുപറ്റി, അമ്മാച്ചിയെ സ്നേഹിച്ചു.
ആ സ്നേഹത്തെ പറ്റിയുള്ള കുറിപ്പുകളൊക്കെ തന്നെത്താനെ എഴുതി, അത്രയുമല്ല മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം അതുപോലെ ആ സ്നേഹത്തിൻ്റെ കുറിപ്പുകൾ എഴുതുവാനായിട്ട് പ്രേരിപ്പിച്ച് ഇന്ന് ഈ മനോഹരമായ സായാഹ്നത്തിൽ അതിവിടെ പ്രകാശനം ചെയ്യുന്നു. അതും കൂടെയാണ്, അതാണ് ഈ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത്. 103 കഴിഞ്ഞ് 104 കാലുകുത്തുന്ന അമ്മാച്ചിക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ ഇന്ന് നേർന്നുകൊള്ളുന്നു. ഇന്നുവരെ സന്തോഷവതിയായിട്ടും സുസ്മേരവദനയായിട്ടും ആവശ്യത്തിനുള്ള ഈ 103-ൻ്റെ ആരോഗ്യത്തിൽ അമ്മാച്ചി ഇരിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അമ്മാച്ചി വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുകയും തമാശ ആണെങ്കിൽ തമാശയായിട്ടെടുത്ത് അതിനെ ചിരിക്കുകയും തക്കതായിട്ടുള്ള മറുപടി പറയുകയും എല്ലാം ചെയ്യുന്ന അതിനുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ദൈവം അമ്മച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. അമ്മച്ചിയുടെ സ്നേഹം, അമ്മച്ചിയുടെ സന്തോഷം, ഇതെല്ലാം കണ്ട് ഞങ്ങൾ മക്കളും എല്ലാവരും സംതൃപ്തരായിരിക്കുന്നു. അമ്മാച്ചിക്ക് ഭാവങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഇന്ന് നമ്മുടെ ആദരണീയനായ MLA മാത്യു ടി തോമസാണ് അധ്യക്ഷം വഹിക്കുന്നത്. നമ്മുടെ ഒരു നേതാവ്, നമ്മുടെ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിനെ പറ്റി നമുക്ക് ഉള്ള ഒരു ധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആളായിട്ടാണ് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മാത്യു ടി തോമസിനെ കാണുന്നത്. കാരണം ഹീസ് അവൈലബിലിറ്റി, അദ്ദേഹം നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. എല്ലായിടത്തും അദ്ദേഹത്തെ അന്വേഷിച്ച് മാളിക മുകളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലെങ്കിലും പോകണമെന്നില്ല. നമ്മൾ തിരുവല്ലയിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും അദ്ദേഹത്തെ അല്പസമയത്തിനുള്ളിൽ കാണാൻ സാധിക്കും. നമ്മളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അദ്ദേഹത്തോട് പറയുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിനെ പറ്റി പറയാനുള്ള ഒരു അപ്രോച്ചബിലിറ്റി, നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നെല്ലം ഭദ്രാസന അധിപതിയായ ക്രിസോസ്റ്റമോസ് തിരുമേനി ഉന്നതമായിട്ടുള്ള ആത്മീയ ചിന്തകൾ, ആ ആത്മീയ ചിന്തകളിൽ നമ്മൾ കൂടെയുള്ള പ്രഭാഷണങ്ങൾ ഇൻ്റലക്ച്വൽസിനെ പോലും ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ എല്ലാം നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെപ്പറ്റി ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ 1976 എന്നാണ് എൻ്റെ വിശ്വാസം ജോൺ സി ഷമ്മാസിൽ നിന്ന് ജോൺ സി അച്ഛനായിട്ട് പട്ടം കിട്ടിയത്. ആ സമയത്ത് പൂപ്പള്ളി പാപ്പച്ചൻ, അതായത് അമ്മാച്ചിയുടെ ഭർത്താവ്, എൻ്റെ കല്യാണം കഴിഞ്ഞത് 1976 ആ സമയത്ത് എൻ്റെ അടുത്ത് പാപ്പച്ചാൻ പറഞ്ഞത്, നമുക്കൊരു പുതിയ അച്ഛൻ വന്നു, ആ അച്ഛൻ ഒരു തിരുമേനിയായിട്ട് വളരണം എന്ന് അച്ഛനെ ആശംസിച്ചു എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പച്ചൻ്റെ ആ നിര്യാണത്തിന് മുമ്പായിട്ട് തന്നെ ആ അപ്പച്ചൻ്റെ ആഗ്രഹം സാധിച്ചു. അച്ഛന് തിരുമേനിയായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഞങ്ങൾ ഇന്ന് പൂപ്പള്ളിയിലെ അപ്പച്ചൻ്റെ മക്കളും ഞങ്ങളും എല്ലാവരും ഇന്ന് ഒരു കാര്യം ആഗ്രഹിക്കുന്നു, തിരുമേനി ഭാവമായിട്ട് കാണാനും കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തിരുമേനിയെ ഉള്ള നമ്മൾ ആഗ്രഹിക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആഗ്രഹമാണ്, അത് നടക്കും. അത് നേരത്തെ ഉള്ളത് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. തിരുമേനിയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
ഞാനോർത്ത് ഇത്രയും നേരം എന്നെക്കുറിച്ച് സ്നേഹത്തോടു കൂടിയാണ് പറഞ്ഞതെന്ന് അവസാനത്തേത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ പുസ്തകത്തിൻ്റെ അവലോകനം അവതാരിക എഴുതിയത് ശ്രീ A.V. ജോർജ് ആണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ഇന്ന് പ്രകാശനം ചെയ്യുന്ന ഈ പുസ്തകത്തിൻ്റെ A.V. ജോർജ് ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആണെന്നുള്ളതിനുപരി മികച്ച അധ്യാപകന് ഉള്ള ദേശീയ അവാർഡ് ജേതാവും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആചാര്യ അവാർഡ് എന്നിവ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയുമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് സുനിൽ ജേക്കബ് ഉടൻ തന്നെ ആഗതനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുനിസിപ്പൽ കൗൺസിലർ, അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റവറൻ ഫാദർ അലക്സാണ്ടർ എബ്രഹാം എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാകത്തില്ല, നമ്മുടെ അപ്പുവച്ചനാണ്. അപ്പുവച്ചനെ ഒരു മിതഭാഷിയായിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പുവച്ചൻ വളരെ കാലം ആലപ്പുഴയിലെ പള്ളിയിലെ വികാരിയായിട്ടിരുന്നിട്ടുണ്ട്. ആലപ്പുഴ പള്ളിയിൽ പൂപ്പള്ളി കുടുംബത്തിലെ എല്ലാ ആളുകളും അച്ഛനെ പൂപ്പള്ളിക്കാരുടെ അച്ഛൻ എന്നുള്ള നിലയിലാണ് കണ്ടിരുന്നത്. അച്ഛൻ നമ്മുടെ ഇടവക ഭദ്രാസന സെക്രട്ടറിയാണ്. അച്ഛനെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനം ആലപിക്കുന്ന അതിഥി കൃഷ്ണ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റവറൻ ജോജി എബ്രഹാം നമ്മുടെ കുറ്റപ്പുഴ ഓർത്തഡോക്സ് പള്ളി വികാരിയാണ്. അച്ഛനെ ഞാൻ ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് നേരത്തെ പരിചയം കൊണ്ട് തന്നെ അച്ഛൻ വളരെ ഇൻറ്റിമസി സ്ഥാപിക്കാൻ പറ്റിയൊരു ബിഹേവിയറായിരുന്നു. അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ട് വാക്ക് പറയുന്ന ശ്രീമതി ഷക്കീല പുന്നവേലി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജോസഫ് ജേക്കബിനെ പറ്റി പറയുമ്പോൾ അമ്മാച്ചിയെ ജോസഫ് ജേക്കബ് ഇവിടെ തിരിച്ച് നാട്ടിൽ വന്ന സമയം മുതൽ അമ്മച്ചിയെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ്. ഒരു അമ്മച്ചിയും ജോസഫ് ജേക്കബിനെ ഞാൻ ഇവിടെ വരുമ്പോൾ പലപ്പോഴും കാണുന്നത് അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു കൊച്ചു കുഞ്ഞ് ഒരു അമ്മയുടെ ചൂട് പറ്റി കിടക്കുന്ന മാതിരിയുള്ള രീതിയിലായിരുന്നു ജേക്കു കുട്ടി ഈ സമയത്തും അമ്മാച്ചിയോടുകൂടി വസിക്കുന്നത്, അമ്മച്ചിയുടെ സ്നേഹം പറ്റി ജീവിക്കുന്നത്. അടുത്തതായിട്ട് ആൽബിൻ ജെയിംസ് ഇവിടെ ഒരു ചെറിയ പാട്ട് പാടുന്നുണ്ട്. ജോസഫ് ഫിലിപ്പ് അമ്മച്ചിയുടെ ഇളയ മകനാണ്. ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രം ദുബൈയിൽ നിന്ന് ഓടി ഇവിടെ വന്നിരിക്കുന്നതാണ്. ജോസഫ് ഫിലിപ്പിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗം ശ്രീ മാത്യു ടി തോമസ് MLA. അഭിനന്ദ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഇന്നത്തെ മുഖ്യധാരം പ്രിയപ്പെട്ട അമ്മച്ചി, വേദിയിലുള്ള അപ്പോച്ചൻ, ജോജി അച്ഛൻ, A.V. ജോർജ് സാറ്, ശ്രീമതി ഷക്കീല, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം.
ജീവിതത്തിൽ അപൂർവമായി മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. 103-ാം ജന്മദിനം ആരുടേതെങ്കിലും പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ നമുക്ക് ആർക്കെങ്കിലും എന്ന് എനിക്ക് കൃത്യമായി പറയാൻ അറിഞ്ഞുകൂടാ. ക്രിസോസ്റ്റത്തിന് വേണ്ടി ഒരു പക്ഷെ കാണും. ദീർഘമായ ആയുസ്സിൽ മക്കൾക്കും അയൽക്കാർക്കും ബന്ധുജനങ്ങൾക്കും നല്ലത് മാത്രം പറയാനുള്ളത് ശേഷിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അമ്മച്ചിയുടെ ജീവിതത്തിലെ ധന്യത. എത്രയോ സന്തോഷത്തോടെയാണ് ശ്രീ ജോസഫ് ജേക്കബും സ്വാഗതം പറഞ്ഞ അടക്കമുള്ള ആളുകൾ, മക്കൾ ഈ മാതാവിനെ നോക്കിക്കാണുന്നത് എത്ര ആദരവോടുകൂടിയാണ്, എത്ര സ്നേഹത്തോടു കൂടിയാണ്. ഇത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. സൗകര്യപ്രദമായി എവിടെയെങ്കിലും ഒരു വയോജന മന്ദിരം കിട്ടുമെങ്കിൽ അവിടെയാക്കി നമുക്ക് സ്വസ്ഥമായിരിക്കണം എന്ന് ചിന്തിക്കുന്ന മക്കളുടെ ഒരു കാലമാണിത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രായാധിക്യത്തിലെത്തിയ മാതാവ് സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ, അത് അവരുടെ നന്മ എന്ന് പറയുമ്പോൾ തന്നെ അവരിലേക്ക് പകർത്തപ്പെട്ട മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ പ്രിയ മാതാപിതാക്കളിൽ നിന്നാണ് അവർ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പ്രസംഗങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, പഠനങ്ങളിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ, ഇവയേക്കാളൊക്കെ പ്രധാനമെന്ന് പറയുന്നത് മാതൃകകളിൽ നിന്ന് നാം അറിയാതെ തന്നെ നമ്മിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ഉദാത്തമായ മൂല്യങ്ങൾ. അപ്പോൾ ഈ മക്കൾക്ക് മാതാവിനെ കരുതുവാൻ, സ്നേഹിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, സന്തോഷം പകരുന്ന അനുഭവങ്ങൾ ഒരുക്കി കൊടുക്കുവാനുള്ള അവരുടെ മനസ്സ് ഈ മാതാവിൽ നിന്ന് തന്നെയാണ് കിട്ടിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നന്മ വിതറി നന്മയുടെ നിറകുടമായി ഈ വീട്ടിലും നാട്ടിലും പ്രശോഭിക്കാൻ ഇപ്പോഴും പ്രിയ അമ്മച്ചിക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം. അമ്മച്ചിയുടെ ഒപ്പമുള്ള ഷക്കീല ഉന്നവിലിയാണ് ഇന്ന് പ്രകാശനം ചെയ്യുന്ന പുസ്തകം രചിച്ചത്. ഞാൻ ആ പുസ്തകത്തിലൂടെ ഒന്ന് ഓടിച്ചു വായിച്ചു. കൃത്യമായിരുന്നു വായിക്കാനുള്ള സാവകാശം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് ഇത്തരം യോഗത്തിൽ ഞാൻ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്കൊക്കെ ഇച്ചിരി തിരക്കുള്ള സമയമാണ്. അപ്പോൾ ആ സാഹചര്യത്തിലും അത് ഒന്ന് ഓടിച്ചു വായിക്കാൻ ഞാൻ ശ്രമിച്ചു. ജാതിയും മതമൊന്നും ഞാനിവിടെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു മാതാവിന് രക്തബന്ധമില്ല എന്ന വിഷയം മാറി നിൽക്കട്ടെ, എങ്ങനെ കരുതാൻ കഴിയും, ശുശ്രൂഷിക്കാൻ കഴിയുമെന്ന ഒരു മഹതിയുടെ മനസ്സാണ് ആ പുസ്തകത്തിലൂടെ പുറത്തു വന്നത്. ആവശ്യങ്ങളിൽ മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള വിഭാഗീയത ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാറുമില്ല. ആ വിഭാഗീയതയില്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകണമെങ്കിൽ നാട്ടിൽ ദുരന്തങ്ങൾ ഉണ്ടാകണമെന്ന് ആരും നിർബന്ധം പിടിക്കരുത്. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സമ്പന്നനും ദരിദ്രനും നാനാജാതി മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്നു. നമ്മളെല്ലാവരും അത് കണ്ടതാ, ഞാനൊക്കെ ഒത്തിരി കണ്ടതാ. വെള്ളം ഒന്ന് താണു തുടങ്ങുമ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ തർക്കം, ഈ ജാതിപ്പെട്ട ആളുകളിലൂടെയാണോ ഞങ്ങളെ കിടത്തുന്നത്. വെള്ളം പൊങ്ങി നിൽക്കുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോ ഇത്തരം സങ്കുചിതമായ ചിന്തകളെ നാം ഊരിയെടുത്ത് താഴെ വയ്ക്കുന്നത് ദുരന്ത കാലഘട്ടങ്ങളിൽ മാത്രമാകരുത് എന്ന വലിയൊരാശയമാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് പകർത്തപ്പെടുന്നത്. എവിടെയും എപ്പോഴും ഈശ്വര സൃഷ്ടിയായ മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കാനും കരുതുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം എന്നത് ശ്രീമതി ഷക്കീല ഈ പുസ്തകത്തിലൂടെ നമുക്ക് നൽകുകയാണ്. ഈ ഘട്ടത്തിൽ അമ്മച്ചിക്ക് നല്ല വിവേചന ശക്തിയുണ്ട്, വിവേകം ഉണ്ട്, തിരിച്ചറിയാനുള്ള ശേഷിയുണ്ടെന്നൊക്കെ ഇവിടെ സൂചിപ്പിച്ചു.
നമുക്കൊരു ആളിൻ്റെ ആയുസ്സിലേക്ക് ദിവസങ്ങൾ കൂട്ടിക്കൊടുക്കാനാവില്ല. മദർ തെരേസയുടെ സുപ്രസിദ്ധമായ ഒരു വാക്ക് ഞാൻ പലയിടത്തും കൂട്ടിയെന്നാണ്. വി cannot add days to anybody's life, but we can add life to many persons' days. പലരുടെയും ജീവിതത്തെ, പലർക്കും ഉള്ള ദിവസങ്ങളെ ജീവസുറ്റതാക്കാൻ നമുക്കാവും. ആ കരുതലിൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ട അമ്മച്ചി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ അമ്മച്ചിക്ക് എല്ലാ ജന്മദിനാശംസകളും നേരുന്നു. ഈ പുസ്തക രചനയ്ക്ക് തയ്യാറായ ശ്രീമതി ഷക്കീല പുന്നവേലിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ആണ്. ഈ കേക്ക് നൽകിയിരിക്കുന്നത് കീർത്തിനഗർ കോളനിയിലെ നിവാസികളാണ്. അവർക്ക് പ്രത്യേകം താങ്ക്സ് പറഞ്ഞോളൂ. Happy birthday to you. Happy birthday to you. Happy birthday, dear Amaji. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless Amaji. Happy birthday to you. അടുത്തതായിട്ട് പുസ്തക പ്രകാശനം അഭിനന്ദന തിരുമേനി നിർവഹിക്കുന്നതാണ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട മാത്യു ടി, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ,
സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം കൊണ്ടാടുന്ന, ഞാനെപ്പോഴും പൂപ്പള്ളി അമ്മച്ചി എന്ന് വിളിക്കുന്ന ശ്രീമതി തങ്കമ്മ ജോസഫ്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളോടുകൂടി ഈ സുവർണാവസരത്തിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും വേഗം വിടാം എന്ന് ജയിക്കബൂട്ടി പറഞ്ഞതുകൊണ്ടാണ് ഞാനും അപ്പോച്ചനും ഓടി വന്നത്. ഞാൻ നമ്മുടെ കൊച്ചുബേബി പറഞ്ഞതിലൊരല്പം തിരുത്തലുകൾ വേണം. ഞാൻ 1976 അഭിനന്ദനായ ഉസ്താദ് തിരുമേനിയുടെ കൂടെ കൂടിയത്. ആ കാലം മുതൽ പാപ്പച്ചായനെ അറിയുമായിരുന്നു. ഇവിടെ തിരുവല്ല ബഥനി അരമനയിൽ നടക്കുന്ന മീറ്റിങ്ങുകൾക്കൊക്കെ അദ്ദേഹം വന്ന് സംബന്ധിക്കുകയും തിരുമേനിയുടെ കൂടെയുള്ള ഞങ്ങളെപ്പോലെയുള്ളവരെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. 1977 ഞാൻ കോട്ടയം വൈദിക സെമിനാരിയിൽ ചേർന്നു. 81 ശമാശനായി സെമിനാരി പഠനം പൂർത്തിയാക്കിയത്. 1979 അന്താരാഷ്ട്ര ശിശുവർഷമായി ആചരിച്ച സമയത്ത് തിരുമേനിയുടെ ആഗ്രഹപ്രകാരം പനയമ്പാലയിൽ ഒരു ബാലഭവനം തുടങ്ങി. അത് 1978-79 കാലഘട്ടത്തിൽ വസ്തുവൊക്കെ വാങ്ങിച്ചു. 81 ഔദ്യോഗികമായ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ 1981 പഠനം കഴിഞ്ഞ് ഞാനും അന്ന് എൻ്റെ കൂടെ നമ്മുടെ ജേക്കബറീസ് അച്ഛനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചു പോയത് പനയമ്പാല ബാലഭവനിലേക്കാണ്. അന്ന് പാപ്പച്ചായൻ ആ പ്രസ്ഥാനത്തിൻ്റെ ട്രഷററായിരുന്നു. അതുകൊണ്ട് ആഴ്ചയിൽ 1 പ്രാവശ്യം പാപ്പച്ചായനെ കാണുവാനായിട്ട് പൂപ്പള്ളി ഭവനത്തിൽ പോകേണ്ടി വന്നു. അങ്ങനെ 1981 മുതൽ അമ്മച്ചിയെ പരിചയപ്പെട്ടു. അമ്മച്ചിയുടെ ആതിഥേയത്വം അനേക അവസരങ്ങളിൽ സ്വീകരിക്കുവാൻ എനിക്കും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. തോമസ് കുട്ടി മുതൽ ജോയിക്കുട്ടി വരെയുള്ള, അത് കൊച്ചുമനാണെന്നോ ഏറ്റവും ഇളയതെന്ന് എനിക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയുന്നില്ല, എല്ലാ മക്കളെയും പേര് ചൊല്ലി വിളിക്കത്തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അവരൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയുള്ള സ്വീകരണവും സൽക്കാരവും സ്നേഹപ്രകടനങ്ങളും ഒക്കെ അവർ നൽകാറുമുണ്ട്. അതെല്ലാം ഞാൻ ഇത്തരുണത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുക. അതൊക്കെ ഈ മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് കിട്ടിയ നല്ല അനുഭവങ്ങളാണ്. ഞാൻ ഈ പുസ്തകത്തിൽ ജേക്കബൂട്ടിയുടെ താല്പര്യപ്രകാരം ഒരു ആശംസ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും ആവർത്തിക്കാനായിട്ട് മുതിരുന്നില്ല. അമ്മച്ചിയെ ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു വന്ന ഒരാൾ ആണ് ഈ പുസ്തകം എഴുതിയത്. ആ ആളിനെ കുറിച്ച് ആള് തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ ക്രിസ്തീയ സാക്ഷ്യത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞു, The best place where you can witness your Lord is where you are. നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനെ സാക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം മറ്റെങ്ങും പോകണ്ട, നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെയാണ്. ആ ഒരു സാക്ഷ്യത്തിൻ്റെ ബാക്കി പത്രമാണ്, സാക്ഷ്യപത്രമാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഈ ഗ്രന്ഥം. ഞാൻ എഴുതിയ ലേഖനത്തിന് തലക്കെട്ടിട്ടിരിക്കുന്നത് കൊടുത്ത് വാങ്ങുക എന്നുള്ളതാണ്. ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളതിന് ഞാൻ അതേപടി അങ്ങ് ഭാഷാന്തരം ചെയ്തതാണ്. പക്ഷേ കറക്റ്റായിട്ടുള്ള ഭാഷാന്തരം അതല്ലെന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അമ്മച്ചിയെ സ്നേഹം കൊടുത്ത് അമ്മച്ചി സ്നേഹം വാങ്ങി. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അമ്മച്ചി ചോറും കറിയും കൊടുക്കുന്നതോടൊപ്പം തന്നെ ഉള്ളിൽ വെളിച്ചം പകർന്നു. സൂര്യ കൃഷ്ണമൂർത്തിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ISROയിൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അത് എല്ലാം ഉപേക്ഷിച്ച് കലാരംഗത്ത് കടന്നു വന്ന ഒരു വലിയ കലാകാരനാണ്.
എൻ രക്ഷകൻ എന്നുള്ള നാടകം തിരുവല്ലയിൽ കൊണ്ടുവന്ന് നടത്തിയത് കൃഷ്ണമൂർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ ഒരു പ്രസിദ്ധീകരണത്തിൽ തുടർ ലേഖനങ്ങളായിട്ടുണ്ടായിരുന്നു. ഒരു സംഭവം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഉപസംഹരിക്കുന്ന ഒരു വാചകമുണ്ട്: വെളിച്ചം പകരാൻ കയ്യിൽ റാന്തൽ വേണമെന്നില്ല, ഉള്ളിൽ ഇത്തിരി വെളിച്ചം മതി. ഒരമ്മയുടെയും അപ്പൻ്റെയും മനസ്സിൽ ഉള്ളിൽ ഇത്തിരി വെളിച്ചമുണ്ടായിരുന്നു. അതവർ തലമുറകൾക്ക് കൊടുത്തു, തങ്ങളുടെ അടുത്ത് വന്നവർക്ക് കൊടുത്തു, തങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അവർ ആ വെളിച്ചം കൊടുത്തു. ജീവിതം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ 8 മക്കളും ഒരു മകളും അവരുടെ മക്കളും ഒക്കെ ആയിട്ടുള്ളതിനേക്കാൾ ഉപരി ഒറ്റ കാര്യം മതി ഒരു ജീവിതത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ: എനിക്ക് ഇത്തിരി വെളിച്ചം കൊടുക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. അതൊരു വീടിന് വെളിച്ചമായി അമ്മച്ചി പരിലസിക്കുകയും ചെയ്യുന്നു. എല്ലാ കൃപയും ദൈവം നൽകട്ടെ. ഷക്കീലായുടെ പുസ്തകം, അതിനൊരാശംസ എഴുതേണ്ടി വന്നതുകൊണ്ട് ഞാൻ ആദ്യോടന്തം വായിച്ചു. അവലോകനം നമ്മുടെ എ വി ജോർജ് സാർ നടത്തട്ടെ. നല്ല ഭാഷയിൽ ഭംഗിയായി എഴുതുവാൻ ഷക്കീലായിക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ അടിവരയിടുന്നു. ഉത്സാഹിച്ചാൽ കൂടുതൽ ഗ്രന്ഥങ്ങൾ എഴുതാൻ ഷക്കീലയ്ക്കും കഴിയും. ഷക്കീലയ്ക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഞാൻ നിർവഹിക്കുന്നു. മാത്യുറ്റി ഒന്ന് വായിച്ചതാണെന്ന് പറഞ്ഞു. ഇത് സഹധർമ്മിണിക്ക് കൊടുത്താൽ ബാക്കി പുള്ളിക്കാർ വായിച്ചു. എഴുതണം കേട്ടോ. താങ്ക് യു തിരുമേനി. അടുത്തതായിട്ട് പുസ്തകത്തിൻ്റെ അവലോകനം ശ്രീ എ വി ജോർജ് നിർവഹിക്കും. അഭിവന്ദ്യ തിരുമനസ്, ബഹുമാനപ്പെട്ട നമ്മുടെ സ്വന്തം MLA മാത്യു തോമസ് സാർ, വൈദിക ശ്രേഷ്ഠരെ, വേദിയിലെയും സദസ്സിലെയും സമ്പന്ന വ്യക്തിത്വങ്ങളെ, ഇന്നത്തെ നമ്മുടെ ശ്രദ്ധാകേന്ദ്രമായ പൂപ്പള്ളി തങ്കമ്മ അമ്മച്ചി, നമ്മുടെയൊക്കെ ജീവിതയാത്രയിലൂടെ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ജീവിതത്തിലെ ധന്യമായ ചില നിമിഷങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സമ്മേളനത്തിന് നമ്മൾ ആരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല, യാതൊരു സംശയവും. ഇവിടെ ഇതാ പൂപ്പള്ളി തങ്കമ്മ അമ്മച്ചിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം. അമ്മച്ചിയുടെ 103-ാം ജന്മദിനത്തിൽ തന്നെ ഇത് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അത് എഴുതിയതോ അതിന് തുടക്കം കുറിച്ചതോ ആ അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ വന്ന ഷക്കീല മാഡത്തിൻ്റെ ആ ഒരു വാക്കുകളിലൂടെ ഇത് കടന്നു പോവുകയാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുസ്തകം നടക്കുമോ, ഇത് പിറവിയെടുക്കുമോ? ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ജേക്കബ് കുട്ടി സാറ് എന്നെ വിളിച്ച് ഇതുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തി. ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതിയൊക്കെ തന്നു. ഞങ്ങളതേറെ സമയം കുടുംബമായിട്ടൊക്കെ വായിച്ചിരുന്നു. വളരെ നല്ല രീതിയിലുള്ള ഒരു സംരംഭമാണ്. ആദ്യമായിട്ട് ഈ പൂപ്പള്ളി തങ്കമ്മ അമ്മച്ചിക്ക് ഞങ്ങളുടെ കീർത്തിനഗറിലെ സുഹൃത്തുക്കളുടെയും അതുപോലെ KCRAയുടെയും പേരിലുള്ള 103-ാം ജന്മദിന ആശംസകളും പ്രാർത്ഥനയും സ്നേഹപൂർവ്വം നേരുകയാണ്. ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവം തമ്പുരാൻ തരുന്നതാണല്ലോ. ഇത്ര മഹത്തായ ഒരു ജീവിതം നമ്മുടെ മുൻപിൽ നയിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും മാതൃകയായി സാക്ഷ്യപത്രമായിട്ട് തീരുന്ന അമ്മച്ചിക്കുള്ള ആശംസകൾ ഞാൻ പ്രാഥമികമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ പുസ്തക അവലോകനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇതിനോടൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. സ്നേഹത്തിൻ്റെ നിറകുടം. മറ്റൊരു തലക്കെട്ടില്ല അതിന് യോജിച്ചു. ഗ്രന്ഥകർത്താവ് ഷക്കീല പുന്നവേലി. പുസ്തക പ്രസാധന രംഗത്തെ ഒരു ചരിത്ര സംഭവമായിട്ട് ഇത് മാറുകയാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും പിറവിയെടുക്കാൻ സാധ്യതയില്ല. പരിചരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മച്ചിയെക്കുറിച്ച്
ആ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു പുസ്തകം എഴുതുക, എന്തൊരു വ്യത്യസ്തതയാണ്. 127 പേജുള്ള ഈ പുസ്തകത്തിൻ്റെ കവർ ചിത്രം പോലും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, വെറും ഒരു ഫോട്ടോയല്ല, ജീവനുള്ള ചിത്രമാണ്. ഇത് വരച്ചതാണ്, ഫോട്ടോ കണ്ട് വരച്ച ഒരു ചിത്രമാണ്. ഇത് വരച്ചിരിക്കുന്നത് റവറൻ ഫാദർ അഫ്ലാഷ് ടി ഐസക്. എന്ത് ആകർഷണീയമാണ് ആ പുസ്തകത്തിൻ്റെ കവർ ചിത്രം തന്നെ. ഇതിൻ്റെ അവതാരികയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. തിരുമനസ് പറഞ്ഞതുപോലെ ഇത് തലമുറകൾക്കുള്ള സാക്ഷ്യപത്രമാണ്. എത്രയോ തലമുറകൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ നമുക്കറിയാം, അനേകം മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് സംതൃപ്തമായ കുടുംബജീവിതം നയിക്കുന്നവരെ നമുക്കറിയാം. അതിനൊരു അപവാദമാണ്, അതിനൊരു തിരുത്തലാണ് ഇന്നിവിടെ നമ്മൾ കാണുന്നത്. ഷക്കീലയുടെ ഈ പുസ്തക രചന ആരംഭിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു തുടക്ക സെന്റൻസ് ഇങ്ങനെയാണ്: 2019 മെയ് മാസം 5-ാം തീയതിയാണ് അപ്രതീക്ഷിതമായി ഞാൻ തിരുവല്ല കുറ്റപ്പുഴ കീർത്തി നഗറിലുള്ള പൂപ്പള്ളി ജേക്കബ് കുട്ടിച്ചായൻ്റെ വീട്ടിൽ വരുന്നത്. ജേക്കബ് കുട്ടിച്ചായൻ്റെ അമ്മ തങ്കമ്മ ജോസഫ് എന്ന അമ്മച്ചിയെ പരിചരിക്കുവാൻ വരാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഒഴുക്കാണ്, അത് വായിക്കുക. എന്ത് നല്ല ഭാഷയിലൂടെ, വലിയ സാഹിത്യത്തിലൊന്നും ഉള്ള ബിരുദമൊന്നും നേടിയിട്ടില്ല എങ്കിലും ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു കഴിവ്, നല്ല രീതിയിൽ അത് എഴുതിയിരിക്കുന്ന നമുക്ക് ഈ പേജിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അവന്തിയ തിരുമനസ് അതിൻ്റെ ആശംസയിൽ പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് ഇങ്ങനെയാണ്: ഗ്രന്ഥകാരി അമ്മച്ചിയിൽ നിന്നും ഒരുപാട് നല്ല പാഠങ്ങൾ പഠിച്ചു എന്നതിൻ്റെ പ്രസക്തി സ്വന്തം ജീവിതത്തിലും പ്രാവർത്തികമാക്കിയതിലൂടെ ലഭിക്കുന്ന സന്തോഷവും സമാധാനവും മറയില്ലാതെ വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. അമ്മച്ചിയുടെ 8 മക്കൾ, അവരുടെ ഭാര്യമാർ, മക്കളെ, കൊച്ചുമക്കൾ എന്നിവരെല്ലാം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മകന് 73 വയസ്സുള്ള തോമസ് കുട്ടി മുതൽ 4-ാം തലമുറയിൽപ്പെട്ട 6 വയസ്സുള്ള നോയൽ വരെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പ്രത്യേകിച്ച് കൊച്ചുമക്കൾ അവരുടെ സ്വന്തം കൈപ്പടയിലാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. അതിനൊക്കെ പ്രത്യേക അവതരണ ഭംഗിയുണ്ട്. ഇന്ന് ഈ അമ്മച്ചി 61 പേരുടെ അമ്മയാണ്. അമ്മയായിട്ടും അമ്മായി അമ്മയായിട്ടും വല്യമ്മച്ചിയായിട്ടും വല്യമ്മച്ചിയായിട്ടും ഒക്കെ ഈ അമ്മച്ചി ഇന്ന് പ്രശോഭിക്കുകയാണ്. മാത്രമല്ല ഈ പുസ്തകത്തിലെ പൂപ്പള്ളി കുടുംബചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നന്ദി ചൊല്ലുന്നു. ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടതിൽ പൂപ്പള്ളി കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഗ്രന്ഥം രചിച്ച ഷക്കീലയോടും ഇങ്ങനെ ഒരു പുസ്തക പ്രസാധനത്തിന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ കീർത്തി നഗറിലെ ഞങ്ങളുടെ സ്വന്തം ജേക്കബ് കുട്ടിച്ചാനുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് വായനയ്ക്കായിട്ട് വായനാ ലോകത്തിലേക്ക് ഈ പുസ്തകം കടന്നു വരികയാണ്. എല്ലാവരും അത് സസന്തോഷം സ്വീകരിക്കുക. അതിലെ നന്മയുടെ നല്ല പാഠങ്ങൾ എല്ലാവരും സ്വീകരിക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നന്ദി. താങ്ക് യു ശ്രീ AV ജോർജ്. അടുത്തതായിട്ട് ആശംസ അർപ്പിക്കുവാനായിട്ട് റവറൻ ഫാദർ അലക്സാണ്ടർ എബ്രഹാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അഭിനന്ദ തിരുമേനി, ബഹുമാനപ്പെട്ട മാത്യു തോമസിൻ്റെ, ബഹുമാനപ്പെട്ട ജോജി അച്ഛൻ, പ്രിയപ്പെട്ട ഏവരുമേ, ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പാണ് പൂപ്പള്ളി പാപ്പച്ചാനുമായിട്ട് പരിചയപ്പെടുവാൻ തക്കവണ്ണം ഇടയായത്. ആ വഴി ഈ തങ്കമഞ്ചിയായിട്ടും പരിചയപ്പെടുവാനും ഇടയായി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇടപെട്ട വ്യക്തികളിൽ ശ്രേഷ്ഠത ഉള്ളതായ ഒരു വ്യക്തിയായിട്ടാണ് പാപ്പച്ചാനെ മനസ്സിലാക്കുവാനോട് സാധിച്ചത്. ഞാനൊരു കൊച്ചു ചമ്മാശനായിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്ന സമയം വരെ മിക്കവാറും ബന്ധപ്പെടുവാനും നേരിട്ട് കാണുവാനും അല്ലെങ്കിൽ ഫോണിൽ കൂടി ബന്ധപ്പെടുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മച്ചിയെ പലപ്പോഴും പൂപ്പള്ളിൽ വെച്ചും പരിമിതി വരുമ്പോഴൊക്കെ കാണുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അങ്ങനെ നല്ല ചേരുംപടി ചേരുമെന്ന് പറയുന്ന പോലെ നല്ല 2 ദമ്പതികളായിരുന്നു പാപ്പച്ചായനും തങ്കമ്മച്ചിയും. അവർക്ക് ലഭിച്ച മക്കളും അതുപോലെ നല്ല മക്കളെ ദൈവം അവർക്ക് നൽകി. ഈ അഭിയം തിരുമേനി ഓർപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൂപ്പള്ളിലെ മക്കളെല്ലാവരും ഉണ്ട്. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഈ 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ പൂപ്പള്ളി കുടുംബത്തെ പരിചയപ്പെടുവാൻ തക്കവണ്ണം ഇടയായ കാര്യം ഞാൻ ആലപ്പുഴ പള്ളി വികാരി ആയതുകൊണ്ടൊന്നുമല്ല, അല്ലാതുള്ള സ്നേഹബന്ധത്തിലാണ് പൂപ്പള്ളി കുടുംബമായിട്ട് ബന്ധപ്പെടുവാൻ തക്കവണ്ണം ഇടയായത്.
പല കുടുംബങ്ങളെയും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും പൂപ്പള്ളി കുടുംബത്തിന് ചില മാന്യതകളും ശ്രേഷ്ഠതകളുമുണ്ട്. മലങ്കര സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ പൂപ്പള്ളി കുടുംബം ചെയ്തിട്ടുള്ള സേവനം വളരെ വലുതാണ്. അതൊന്നും ഇവിടെ വിവരിക്കേണ്ട കാര്യങ്ങളില്ല. ആ പൂർവ്വന്മാർ ചെയ്തത് പിൻതലമുറക്കാരായ പാപ്പച്ചായനും മറ്റ് ആ കുടുംബത്തിലെ ആ പാപ്പച്ചായൻ്റെ സഹോദരങ്ങളും കസിൻസും ഒക്കെ ഈ സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നന്ദി പറഞ്ഞതോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭദ്രാസനത്തിലെ പനിയമ്പാല സെൻറ്റ് സ്റ്റീഫൻസ് പള്ളി പണിയാൻ തക്കവണ്ണം അന്ന് പള്ളിക്ക് കാശില്ലാത്ത അവസരത്തിൽ ഒരു ഗവൺമെൻറ് കോൺട്രാക്ടറായിരിക്കുന്ന പാപ്പച്ചായൻ സ്വന്തം കയ്യിലെ പണം ഇറക്കിയാണ് ആ ദേവാലയം അവിടെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം സാധിച്ചത്. ഈ ദൈവത്തിന് വേണ്ടി ആലയം പണിയുന്നതിന് ദൈവം പണിയുമെന്നൊരു ചൊല്ലുണ്ട്. അപ്രകാരം ദൈവത്തിന് വേണ്ടി ആലയം പണിത പാപ്പച്ചായനെയും അമ്മച്ചിയെയും അതുപോലെ മക്കളെയും ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ശ്രേഷ്ഠമായ ഒരു കുടുംബമായി പൂപ്പള്ളിൽ പ്രത്യേകിച്ച് നെടുങ്ങാടുള്ള കുടുംബം ശോഭിക്കുന്നു. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അമ്മച്ചിയെ സഹായിക്കുവാനായിട്ട് വന്ന ഷക്കീല പുന്നവേദി എഴുതിയ പുസ്തകം ആദ്യോടന്തം വായിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് ആ സഹായി തന്നെ ആ പുസ്തകം എഴുതി ഇന്ന് അമ്മച്ചിക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഷക്കീലയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം ആശംസകൾ നേരുന്നു. കൂടുതൽ നന്മകൾ ചെയ്യുവാനും ശുശ്രൂഷിപ്പാനും അതുപോലെ തന്നെ പുസ്തകം രചിക്കുവാൻ തക്കവണ്ണം ഷക്കീലയ്ക്കിടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അമ്മച്ചിക്ക് 103-ാം ജന്മദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ടും പൂപ്പള്ളി കുടുംബത്തിന് പ്രത്യേകമായ നന്മകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുങ്ങുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തായിട്ട് റവറൻ ഫാദർ ജോജി എബ്രഹാം അച്ഛൻ ആശംസ അർപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് എല്ലിൻ്റെ പ്രിയ സഹോദരങ്ങളെ, പല കാരണങ്ങൾ കൊണ്ട് അസാധാരണമായ ഒരു കൂടിവരവിലാണല്ലോ നാം സംബന്ധിക്കുന്നത്. 103-ാം ജന്മദിനം ആഘോഷിക്കുക, വയോവൃദ്ധയായ മാതാവിനെ പരിചരിക്കുവാൻ കടന്നു വന്നാണ് അമ്മയെക്കുറിച്ച് സ്നേഹത്തിൻ്റെ ദീപ്തിയുള്ള കുറിപ്പ് എഴുതി പ്രസിദ്ധപ്പെടുത്തുക. വളരെ കൗതുകമുണർത്തുന്ന അനുഭവം എന്നതിൽ യാതൊരു തർക്കവുമില്ലല്ലോ. ദൈർഘ്യമുള്ള ആയുസ് ഭാഗ്യമാണോ അല്ലയോ എന്ന് ഏറെ സന്ദേഹമുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പക്ഷെ ഈ അമ്മച്ചിയെ സംബന്ധിച്ച് ഈ ദീർഘായുസ് തികച്ചും ഭാഗ്യം തന്നെയാണ്. കാരണം മക്കളും കൊച്ചുമക്കളും പ്രിയപ്പെട്ടവളും ആവോളം കരുതലും സ്നേഹവും പരിചരണവും കൊടുക്കുന്നു എന്നതുകൊണ്ട് ഈ അമ്മച്ചിയെ സംബന്ധിച്ച് അമ്മച്ചി തികച്ചും ഭാഗ്യവതിയാണ്. ഓരോ ജന്മവും സത്യത്തിൽ ഒരു സംക്രമ സാന്നിധ്യമാണ്. ഇന്നലകളിൽ നിന്ന് നാളുകളിലേക്ക് സംക്രമിക്കുന്ന ചില കണ്ണികളാണല്ലോ ഓരോ മനുഷ്യനും. കഴിഞ്ഞ തലമുറകളിൽ നിന്ന് ഈ പ്രിയ അമ്മച്ചി ആർജിച്ച നന്മകളും ഈശ്വര അനുഭവങ്ങളും അടുത്ത അനേക തലമുറകൾക്ക് കൈമാറുവാൻ ദൈവം അമ്മച്ചി ഉപയോഗിച്ചോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കൊടുക്കുന്ന ആയുസിന്റെ അന്ത്യം വരെയും സൗഖ്യവും സ്വസ്ഥതയും ആവോളം പ്രിയ അമ്മച്ചിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുറിപ്പ് പ്രസാദനത്തിന് വേണ്ടി ഒരുക്കിയ ഈ പ്രിയ സഹോദരിയെ സന്തോഷത്തോടെ അഭിനന്ദിക്കുന്നു. ദൈവം ആ പ്രിയ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ ഭവനത്തോടുള്ള സന്തോഷം അറിയിക്കുന്നു. പ്രിയ അമ്മച്ചിയെ ദൈവം ഏറെയായി സമാധാനത്തിലും സൗഖ്യത്തിലും വഴി നടത്തട്ടെ. അടുത്തതായിട്ട് അമ്മച്ചിയുടെ ഇളയ മകനായ ജോസഫ് ഫിലിപ്പ് ആശംസ അർപ്പിക്കുന്നതാണ്.
പ്രിയങ്കരനായ ഭരണം പന്തരാസനാധിപൻ ക്രിസോസ്റ്റം തിരുമേനി അപ്പുവച്ച ബഹുമാനപ്പെട്ട അച്ഛ വന്ന എല്ലാ ആൾക്കാരുമായി അമ്മാച്ചിയുടെ ഇളയ മകനായ ഞാൻ ഈ വേദിയിൽ നിന്ന് രണ്ടു വാക്ക് പറയുവാൻ ദൈവം തമ്പുരാൻ തന്ന അനുഗ്രഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു തന്നെ പറ്റി തന്നെ പറഞ്ഞ ചില ഡെഫിനേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷനാണ് ഐ ആം ലവ്, ഞാൻ സ്നേഹമാണ്. രണ്ടാമത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷനാണ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. രണ്ട് ഡെഫിനേഷൻസും ചെറുപ്പകാലത്തൊക്കെ പഠിച്ചതാണ്, പക്ഷെ തീരെ മനസ്സിലായിട്ടില്ല എന്താണ് അതിന്റെ ഉദ്ദേശം. ദൈവം സ്നേഹമാണ്, ഗോഡ് ഈസ് ലവ് എന്നൊക്കെ ബുക്കിലൊക്കെ എഴുതി വെക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്താണ് ദൈവ സ്നേഹം എന്നുള്ളത് മനസ്സിലാക്കിയത് പിന്നെ വലുതായപ്പോൾ മദർ തെരേസയെ പോലെ, അല്ലെ നമ്മുടെ സ്വന്തം ഒസ്താത്യോസ് തിരുമേനിയെ പോലെ, അല്ലെ അതുപോലെ ദൈവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത പലരെയും കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എന്താണ് അന്ന് യേശുക്രിസ്തു ഉദ്ദേശിച്ചത് ദൈവ സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം എങ്ങനെ ആയിരിക്കണമെന്നും യേശുക്രിസ്തു പറയുന്നുണ്ട്. എങ്ങനെ നിങ്ങൾ സ്നേഹിക്കണം, ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, അത്ര മാത്രമേ പറയുന്നുള്ളൂ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും പറയുന്നില്ല. ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അപ്പൊ ആ സ്നേഹം എന്താണെന്ന് ഞങ്ങളെ കാണിച്ചു തന്നത്, അതുപോലെ ഒരു സ്നേഹം എന്താണെന്ന് കാണിച്ചു തന്ന ഞങ്ങളുടെ അമ്മയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു സെൽഫ്ലെസ് ലവർ, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെയുള്ള ഒരു സ്നേഹമാണ്. അമ്മയുടെ സ്നേഹത്തില്, പലരോടുമുള്ള സ്നേഹത്തില് തിരിച്ച് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പലപ്പോഴും ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, കണ്ടിട്ടുള്ളതാണ്. രണ്ടാമതെന്ന് പറയുന്നത് അവിടെ ഒരു വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്ത ഒരു സ്നേഹം. അവിടുന്ന് തിരിച്ചൊരു സ്നേഹമോ, തിരിച്ച് ഒരു റെസ്പോൺസ് ഇല്ലെങ്കിലും അമ്മയുടെ സ്നേഹത്തിന് അവിടെ ഒരു വെറുപ്പോ വിദ്വേഷമോ ഒരിക്കലും തോന്നിയിട്ടില്ല. മൂന്നാമത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു സൈലന്റ് ലവാണ്. അവിടെ ഒരു അഗ്രസീവ് സ്നേഹം. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കാണുന്നത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അയ്യോ മുത്തേ നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ, ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഉള്ളിൽ സ്നേഹമില്ല. അമ്മയുടെ സ്നേഹത്തില് അതൊരെപ്പോഴും ഒരു വളരെ തൂവൽ സ്പർശം പോലെ എന്നൊക്കെ പറയുന്ന ഒരു സ്നേഹമാണ്. അത് നമുക്ക് അനുഭവിക്കാൻ മാത്രമേ സാധിക്കൂ. നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്നേഹമായിട്ട് എനിക്ക് തോന്നാറില്ല. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും സ്നേഹം. അങ്ങനെ ഒരു സ്നേഹം, ആ സ്നേഹമാണ് എനിക്ക് തോന്നുന്നു യേശു തന്നെ പറ്റി ഡിഫൈൻ ചെയ്തത്. ഐ ആം ലവ്. പിന്നെ യേശു തന്നെ പറ്റി ഡിഫൈൻ ചെയ്തതാണ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അതൊരു സൂര്യന്റെ ഉഗ്രപ്രഭയുള്ള ശോഭയുള്ള വെളിച്ചമൊന്നും ആകാൻ ആർക്കും പറ്റില്ല. അത് വളരെ തിരുവേനി പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കത്തുന്ന കിനിയുന്ന ഒരു സ്നേഹം, ഒരു വെളിച്ചം, അതാണ് ലോകത്തിന്റെ വെളിച്ചം. അങ്ങനെ ലോകത്തിന് വെളിച്ചം നൽകാൻ സാധിച്ചതെന്നുള്ളത് ഞാൻ പലപ്പോഴും അമ്മയുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും ജോലിയൊക്കെ കിട്ടി അവിടെ ഇവിടെയൊക്കെ ആയപ്പോൾ എല്ലാ പ്രാവശ്യവും അല്ല എല്ലാ സമയത്തും ഞങ്ങൾ അമ്മയ്ക്ക് പൈസയൊക്കെ അയച്ചു കൊടുക്കും. ഒരു പൈസ പോലും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാറുണ്ട്. ആ പൈസ മുഴുവൻ പിച്ചി കീറി ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവർക്കൊക്കെ ദാനം ചെയ്ത് അതിലൂടെ സംതൃപ്തി നേടുന്ന ആ ഒരു സ്നേഹം, അതായിരുന്നു അമ്മച്ചിയുടെ സ്നേഹം. ഒരു പൈസ പോലും സ്വന്തമായിട്ട് ഒരു കാര്യത്തിന് പോലും ഉപയോഗിച്ചിട്ടില്ല. തിരിച്ച് പ്രതീക്ഷിക്കാത്ത സ്നേഹമെന്ന് ഞാൻ പറയുമ്പോൾ, ഒരു പ്രാവശ്യം ഞങ്ങളിൽ നിന്നെല്ലാം ആവശ്യപ്പെട്ടു പൈസ കളക്ട് ചെയ്തു. എന്തിനാണ് പൈസ കളക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്, പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടി, നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം അമ്മയുടെ ആ ദാനത്തിലൂടെ ആ വിദ്യാഭ്യാസം പൂർത്തിയായി. ആ കുട്ടി നല്ല വിദ്യാഭ്യാസം നേടി, നല്ല ജോലിയൊക്കെ ലഭിച്ചു. അത് കഴിഞ്ഞ്
അത് തിരിച്ചതുപോലെയുള്ള ഒരു 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 തിരിച്ചുള്ള ഒരു സ്നേഹം കാണാതെ വന്നപ്പോൾ നമ്മൾ ചോദിച്ചു, അതിങ്ങനെ ഇത്രയൊക്കെ അമ്മ സഹായിച്ചല്ലോ. പക്ഷേ അപ്പോൾ അമ്മ പറയുന്നത്, അവൻ്റെ ഒരു നല്ല ജോലിയൊക്കെ ലഭിച്ചില്ലേ, അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്, അവനെന്നെ കാണാൻ വന്നില്ല എന്നോർത്ത് നിങ്ങളെന്തിനാ വ്യാകുലപ്പെടുന്നത്? അത് പ്രതീക്ഷിച്ചുകൊണ്ടല്ലല്ലോ നമ്മൾ സഹായിക്കുന്നത്. അതാണ് ആ സ്നേഹത്തിൻ്റെ മഹത്വം. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ വെളിച്ചം, ആ വെളിച്ചം നമ്മുടെ പല വെളിച്ചങ്ങൾ അങ്ങനെ മിനിഞ്ഞ് കത്തുമ്പോൾ നമ്മുടെ ഈ പ്രദേശം തന്നെ വെളിച്ചമായിട്ട് മാറും. ടാഗോറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കവിതയുണ്ട്. ആ കവിതയിൽ ഇങ്ങനെ പറയുന്നു, സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ സൂര്യൻ വിളിച്ചു ചോദിക്കുകയാണ്, ഞാൻ അസ്തമിക്കാൻ പോകുന്നു, എനിക്ക് പകരമായിട്ട് ഈ ലോകത്തിന് വെളിച്ചം നൽകാൻ ആരെക്കൊണ്ട് സാധിക്കും? അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും സൂര്യൻ വിളിച്ചു ചോദിക്കുകയാണ്, ഞാൻ അസ്തമിക്കാൻ പോകുന്നു, ആർക്ക് ഈ ലോകത്തിന് വെളിച്ചം നൽകാൻ സാധിക്കും? വീണ്ടും ആരും ഒരു മറുപടിയും കിട്ടുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കുടിലിൽ നിന്നൊരു സൗണ്ട് കേൾക്കുകയാണ്. ഒരു പാട്ടവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടവിളക്ക് വിളിച്ചു പറയുകയാണ്, എൻ്റെ കയ്യിൽ ഒരു ശകലം വെളിച്ചമുണ്ട്, അത് ഞാൻ നൽകാം. അപ്പോൾ അങ്ങനെ ഒരു പാട്ടവിളക്കിന് നൽകാവുന്ന വെളിച്ചങ്ങളായി നമ്മൾ മാറുകയാണെങ്കിൽ നമ്മൾ ഈ നാടിന് തന്നെ പ്രകാശമാകും, നമ്മുടെ ഭവനത്തിന് പ്രകാശമാകും, നമ്മുടെ നാടിന് പ്രകാശമാകും. അതുതന്നെ അങ്ങനെ മിനിഞ്ഞ് കത്തുന്ന പാട്ടവിളക്കായി നമ്മളെല്ലാം മാറുവാൻ തക്കവണ്ണമുള്ള മാതൃകയായിരുന്നു എൻ്റെ അമ്മ. ആ അമ്മയ്ക്ക് 103-ാം ജന്മദിനം ആശംസിക്കുന്നു. അതിന് ദൈവം തമ്പുരാൻ നൽകിയ ഭാഗ്യത്തിനായിട്ടും ആ അമ്മയുടെ മക്കളായിട്ട് പിറക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു. അടുത്തതായി ശ്രീമതി ഷക്കീല പുന്നവേലിയെ 2 വാക്ക് പറയാനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് തന്നെ പൂപ്പള്ളി അമ്മച്ചിയുടെ വലിയ അനുഗ്രഹം തന്നെയാണ്. പൂപ്പള്ളി അമ്മച്ചിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നല്ല നല്ല ഗുരുക്കളെ കിട്ടുവാൻ ഭാഗ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ദൈവ അനുഗ്രഹം കൊണ്ട് എനിക്ക് അമ്മച്ചിയെ എൻ്റെ ഗുരുവായിട്ട് തന്നെ ഈ പുസ്തകം എഴുതാൻ, സ്നേഹത്തിൻ്റെ നിറകുടം എഴുതുവാൻ സാധിച്ചതിൽ ഞാൻ ഇന്ന് വളരെയധികം സന്തോഷിക്കുന്നു. കാരണം സ്നേഹം എന്തെന്ന് എനിക്ക് ഈ ഭവനത്തിൽ വന്ന് അറിഞ്ഞ നിമിഷം മുതൽ 2 വാക്ക് അമ്മച്ചിയെക്കുറിച്ച് എഴുതുവണം എന്നെനിക്ക് എൻ്റെ ഹൃദയത്തിൽ തോന്നി. അത് ഞാൻ എഴുതി. പണക്കാരെന്നോ പാവങ്ങളെന്നോ എന്ന് വ്യത്യാസമില്ലാതെ ഈ അമ്മച്ചി നല്ല സ്നേഹത്തോടെ ബഹുമാനത്തോടെ എല്ലാവരെയും സ്നേഹിക്കണം, ഒരു വാക്കുകൊണ്ട് പോലും മറ്റുള്ളവരെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മച്ചി. ആര് വീട്ടിൽ വന്നാലും അവർക്ക് ആഹാരം കൊടുക്കാനും വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാനും ആഗ്രഹം. എന്നെ ആര് വന്നാലും എന്നെ ഒന്ന് നോക്കും, അവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി. ഒരു ഗ്ലാസ് അമ്മാച്ചിക്ക് എത്ര ആഹാരം അമ്മാച്ചിക്ക് മുമ്പിൽ കൊണ്ട് ഒരു ഗ്ലാസ് പാല് കൊടുത്താൽ അമ്മാച്ചി എന്നോട് പറയും, അവർക്ക് കൊടുത്തോ, അല്ലെ അച്ഛന് കൊടുത്തോ എന്നൊക്കെ എന്നോട് ചോദിക്കും. കാരണം അതുപോലെ മനസ്സിന് ഹൃദയത്തിൽ നന്മയുള്ള ഒരു കുടുംബം. അതുപോലെ തന്നെ അമ്മച്ചിയുടെ മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, ഈ സ്നേഹം എല്ലാ ഭവനങ്ങളിലും കാണണമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എല്ലാവരും വിചാരിക്കും 103 വയസ്സുള്ള അമ്മച്ചിയെക്കുറിച്ച് എന്ത് പുസ്തകം എഴുതാനാണ്. ഇന്ന് ഞാൻ വിചാരിക്കുന്നു, ഈ കൊറോണ കാലത്തെ അമ്മച്ചിയെക്കുറിച്ച് 2 വാക്ക് എഴുതിയാൽ എനിക്ക് എൻ്റെ ഹൃദയത്തിനുള്ളൊരു സന്തോഷം. എൻ്റെ മാതാപിതാക്കൾക്ക് ഇതുപോലത്തെ വാക്കുകൾ, നല്ല നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്ത് എൻ്റെ മോന്, എൻ്റെ മരുമക്കൾക്ക് ഈ അമ്മച്ചിയുടെ വാക്കുകൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഇന്ന് എൻ്റെ ഭവനത്തിൽ
നല്ല സന്തോഷം നിറഞ്ഞ ഭവനമായി തീർന്നു. ഈ പൂപ്പള്ളി വീട്ടിൽ വന്നതിൻ്റെ ശേഷമാണ്. കാരണം ഏത് പാവങ്ങൾ വന്നാലും അവർക്ക് നുള്ളിക്കൊടുക്കണമെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന 103 വയസ്സുള്ള അമ്മാച്ചി നല്ല ബോധത്തോടെ, നല്ല ഹൃദയത്തോടെ, നല്ല ചുറുചുറുപ്പോടെ ഇന്നും 103 വയസ്സ് വരെ അമ്മാച്ചിയെ നിർത്താൻ ദൈവ അനുഗ്രഹം ഇനിയും ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പണ്ട് അമ്മാച്ചിയുടെ 102-ാം വർഷത്തിന് മുമ്പ് ഈ കൊറോണ പോലെ മഹാമാരി അന്ന് ഉണ്ടായിരുന്നു. അമ്മാച്ചി എന്നോട് പറഞ്ഞ കഥകളാണ്. 102 വർഷത്തിന് മുമ്പേ ഈ കൊറോണ പോലെ മഹാമാരി ഉണ്ടായ സംഭവത്തിൽ അമ്മാച്ചിയുടെ പിതാവ് ജോലി സ്ഥലത്ത് വെച്ച് അന്ന് കുറേ ആൾക്കാരും പനി വന്ന് മരണമടഞ്ഞു. അതിൽ ആ കൂട്ടത്തിൽ അമ്മച്ചിയുടെ പിതാവ് മരണപ്പെട്ടു. അന്ന് പനി വന്ന് മരണപ്പെട്ടതാണ്. മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു സംഭവം. അന്ന് അമ്മച്ചിയുടെ അമ്മയ്ക്ക് 6 മാസം ഗർഭിണിയായിരുന്നു. ആ അമ്മച്ചിക്ക് ആ ഭർത്താവിനെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആ അമ്മച്ചി ആ കുഞ്ഞിനെ പ്രസവിച്ചു. ഈ 2 പെൺമക്കളെ വളർത്തി വലുതാക്കി. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകും കീഴിൽ സൂക്ഷിക്കുന്ന മാതിരി 2 പെൺമക്കളെ വളർത്തി വിദ്യാഭ്യാസം നേടി നല്ല ഒരു ഇണയെ ഏൽപ്പിച്ചു കൊടുത്ത് ആ അമ്മച്ചിയുടെ അമ്മ 87-ാമത്തെ വയസ്സിൽ അമ്മച്ചിയുടെ മടിയിൽ കിടന്ന് മരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു കാര്യം, ഇതുപോലെ ഒരു വിഷമം, സ്നേഹം അമ്മച്ചിക്ക് പണ്ട് കിട്ടിയിട്ടില്ല. ഒരു പിതാവിൻ്റെ സ്നേഹം കിട്ടാത്ത എത്രയോ മക്കളുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ആ ഈ അമ്മച്ചിയുടെ അമ്മ അനുഭവിച്ച വേദനകൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പാഠമായി തീരുവാൻ എല്ലാവർക്കും ഈ പുസ്തകം ഞാൻ എഴുതി എല്ലാവരും ഒന്ന് വായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം ഈ അമ്മച്ചി വളർന്നു വന്ന് പിതാവിൻ്റെ സ്നേഹം എന്തെന്ന് അമ്മച്ചി അറിഞ്ഞിട്ടില്ല. മറ്റുള്ളവരുടെ സ്നേഹം എന്തെന്ന് അമ്മച്ചി അറിഞ്ഞിട്ടില്ല. ഒരു മാതാവ് ഒരു വരനെ ഇണയായിട്ട് കൈ പിടിപ്പിച്ചേൽപ്പിച്ചു കഴിഞ്ഞ് അമ്മച്ചി സന്തോഷവതിയായിട്ട് 8 മക്കളെ പ്രസവിച്ച് അന്ന് വീട്ടിൽ തന്നെയായിരുന്നു പ്രസവം. ഹോസ്പിറ്റലിൽ പോകാൻ നിവൃത്തിയില്ല, പോകാൻ പറ്റത്തില്ല, ബസ്സില്ല, വണ്ടിയില്ല, ഒന്നുമില്ല. ആ വീട്ടിൽ 8 മക്കളെ പ്രസവിച്ചു. ഇന്ന് 2 കുഞ്ഞുങ്ങളെ വളർത്താൻ എത്ര പേര് വിഷമിക്കുന്നെന്നറിയാവോ, ബുദ്ധിമുട്ടുന്നെന്നറിയാവോ? 8 മക്കളെ പ്രസവിച്ച് കോഴി തൻ്റെ ചിറയിൻ കീഴിൽ കുഞ്ഞുങ്ങളെ പാർപ്പിക്കുന്ന മാതിരി 8 മക്കളെ പ്രസവിച്ച് അതുങ്ങളെ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലെത്തി. ആ അതുങ്ങളുടെ സ്നേഹം, അമ്മച്ചിയോടുള്ള കരുതൽ, ആ ഭാര്യമാര്, അതുപോലെ തന്നെ ആ ഭാര്യമാരും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടുന്ന ആ സ്നേഹം കാണുമ്പോൾ എനിക്ക് എഴുതാൻ തോന്നി. എൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് വന്ന വാക്കുകളാണ് ഓരോ വാക്കുകളും സ്നേഹത്തിൻ്റെ നിറകുടം. ഇപ്പോൾ എനിക്കൊരു വിഷമം, പണ്ട് എനിക്കൊരു ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ദുഃഖകരമായിട്ട് ഒരു അനുഭവം ഉണ്ടായി. കാരണം എൻ്റെ മോൻ്റെ അപ്പനും ഇതേ സ്റ്റേജ് തന്നെ, അമ്മച്ചിയുടെ അപ്പൻ്റെ സ്റ്റേജ് തന്നെ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ആ മോന് അപ്പനെ കാണാനുള്ള ഭാഗ്യം ഒത്തിട്ടില്ല. ഇന്ന് എൻ്റെ മാതാപിതാക്കളെ 25 വർഷമായി ഞാൻ സംരക്ഷിക്കുന്നവളാണ്. മോനെ പഠിപ്പിച്ചു, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു, ഡിപ്ലോമ പഠിപ്പിച്ചു. അവന് നെടുകുന്നത്ത് വർക്ക്ഷോപ്പ് ഇട്ട് 2 സ്റ്റാഫുകളെ ആക്കി. അവൻ സന്തോഷമായിട്ട് എൻ്റെ മാതാപിതാക്കളെ ഇന്ന് നോക്കുന്നു. എനിക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷമായിട്ട് ഈ അമ്മച്ചി തന്ന പഠിപ്പിച്ച പാഠങ്ങൾ എൻ്റെ മക്കൾക്കും എൻ്റെ മോനും എൻ്റെ മരുമോക്കും പറഞ്ഞു കൊടുക്കാനും എൻ്റെ മാതാപിതാക്കളെ എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും എനിക്ക് സാധിച്ചു.
എൻ്റെ ജീവിതത്തിൽ ഒരു വിഷമമായ ഒരു സ്ഥിതി ഉണ്ടായി. എൻ്റെ അനിയത്തിയെ കെട്ടിക്കാൻ വേണ്ടി എൻ്റെ ബാപ്പാക്ക് അന്ന് ജോലിയില്ലായിരുന്നു. അന്ന് ഞാനും കുഞ്ഞും എൻ്റെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കും ജോലിയില്ല, എൻ്റെ മാതാപിതാക്കൾക്കും ജോലിയില്ല. അപ്പം ആകപ്പാടെ 3.5 സെന്റ് സ്ഥലമുണ്ട് ബാപ്പാക്കുണ്ട്. എൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ച് വിടാൻ വേണ്ടി ആ 3.5 സെന്റ് സ്ഥലം വിൽക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ബാപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എവിടെ പോകും? നമ്മൾ 3 പേരും അനാഥരാകിയല്ലേ, വഴിയിലാകിയല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഈ സ്ഥലം വിൽക്കണ്ട, എങ്ങനെയെങ്കിലും ആരോടെങ്കിലും പണം കടമെടുത്ത് നമുക്ക് ആ കല്യാണം നടത്തി കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനോട്, അന്ന് 18 വർഷത്തിന് മുമ്പുള്ള സംഭവമാണ്, അന്ന് 500 രൂപയ്ക്ക് വിഷമിക്കുന്ന സമയങ്ങളായിരുന്നു. അന്ന് അമ്മയുടെ അനിയത്തിയുടെ മോനോട് 50,000 രൂപ കടമെടുത്ത് ആ വീട് സ്ഥലം വിൽക്കല്ലേ, എൻ്റെ മാതാപിതാക്കൾ വഴിയാധാരം ഇറങ്ങി പോകല്ലേ എന്നുള്ള ജീവിതത്തിലെ വിഷമസ്ഥിതികളിൽ മുന്നിട്ട് ഒരുപാട് നിന്ന് വിഷമങ്ങൾ അനുഭവിച്ചവളാണ്. അപ്പോൾ ആ സ്ഥലം വിൽക്കാതെ ഞാൻ 50,000 രൂപ കടം വാങ്ങി ബാക്കിയുള്ള സ്വർണ്ണങ്ങളും എല്ലാം കൂടെ എടുത്ത് അനിയത്തിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. 6 മാസത്തിനുള്ളിൽ ആ സ്ഥലം എടുത്തില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും വഴിയാധാരം ഇറങ്ങേണ്ട ഗതികേട് വന്നേനെ. ഞാൻ ദൈവത്തിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, ദൈവമേ എനിക്കൊരവസരം നീ തരണേ. എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ ദൈവത്തെ അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, ദൈവമേ എനിക്കൊരവസരം തരണേ. കാരണം എനിക്ക് ഈ സ്ഥലവും വീടും തിരിച്ചു പിടിക്കണം, എൻ്റെ മാതാപിതാക്കൾ വഴിയിലിറങ്ങി പോകല്ലേ. അങ്ങനെ എൻ്റെ ദൈവം എന്നെ അത് കേട്ടിട്ട് 6 മാസത്തിനുള്ളിൽ ഞാൻ ദൈവത്തോട് അപേക്ഷിച്ച സ്ഥിതി 1 മാസത്തിനുള്ളിൽ എനിക്ക് ഗൾഫിൽ പോകാനുള്ള വിസ ശരിയായി. 1 മാസത്തിനുള്ളിൽ എനിക്ക് ഗൾഫിൽ പോകാനുള്ള വിസ ശരിയായി. 6 മാസം കൊണ്ട് ഞാൻ ആ സ്ഥലവും വീടും തിരിച്ചു പിടിച്ച് ഇന്ന് എൻ്റെ 25 വർഷത്തിനുള്ളിൽ എൻ്റെ മാതാപിതാക്കളെ ഞാൻ സംരക്ഷിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ മോൻ, എൻ്റെ മരുമോളെ, സത്യം പറയാൻ ഞാൻ അവർക്ക് നന്ദി പറയുന്നു. കാരണം ഞാൻ നോക്കുന്ന സ്ഥാനത്ത് എൻ്റെ മോനും മരുമോളും ആയിരുന്നു എൻ്റെ മാതാപിതാക്കൾ നോക്കി. 84 വയസ്സായി പിതാവിന്, മാതാവ് 80 വയസ്സുമായി. അപ്പോൾ എൻ്റെ മോന് നമ്മൾ നന്മ ചെയ്താലേ നമുക്ക് നന്മ കിട്ടത്തുള്ളൂ. എൻ്റെ മോൻ രാത്രി 10 മണിയാകുമ്പോൾ വർക്ക്ഷോപ്പ് കൂട്ടിയിട്ട് വരുമ്പോൾ എൻ്റെ മാതാവും പിതാവും ഉറങ്ങുവാണെങ്കിൽ ആ കയ്യിലുള്ള പൊടിക്കെട്ട് എൻ്റെ മാതാവിനെയും പിതാവിനെയും വിളിച്ച് വല്യപ്പനും വല്യമ്മയും വിളിച്ചവൻ കൊടുത്തു. ഉറക്കത്തിൽ നിന്നാണെങ്കിലും ആ പൊതി അഴിച്ച് എൻ്റെ മാതാവ് അവർക്ക് കൊടുത്ത് കഴിപ്പിച്ചിട്ട് വേണം അവൻ റൂമിലോട്ട് പോകുന്നത്. അങ്ങനെയുള്ള നന്ദിയുള്ള ഈ വീട്ടിൽ ഭവനത്തിൽ വന്ന് കയറിയ പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷവും നല്ല 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 കാര്യങ്ങൾ പഠിക്കുവാൻ സാധിച്ചു. അമ്മാച്ചിയെ ഇനിയുള്ള 103 വയസ്സായി. ഇനി അമ്മാച്ചി കെടാത്ത വിളക്കായി ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, നന്ദി. അടുത്തതായി ഒരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കാണ് റീബ ജോർജ്.
താങ്ക് യു റിബ ജോർജ്. അടുത്തതായി ഒരു പാട്ടും കൂടെ ഉണ്ട്. അതിഥി കൃഷ്ണ. ആ ഗാനത്തിന് വേണ്ടിയിട്ട് അതിഥി കൃഷ്ണയെ ക്ഷണിച്ചുകൊള്ളുന്നു. നൂറ്റിമൂന്നാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അമ്മച്ചിക്ക് എൻ്റെ മനസ്സ് നിറയുള്ള ബർത്ത്ഡേ വിഷസ്. ഞാനിന്നിവിടെ പാടാൻ പോകുന്നത് കുമാരനാശാൻ എഴുതിയ കുട്ടിയും തളയും എന്ന കവിതയാണ്. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പൂന്നിതാ പറന്നമ്മേ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പൂവുന്നിതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേൽക്കൂമേലിങ്ങീവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. മേൽക്കൂമേലിങ്ങീവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പൊയ്ക്കൂടി കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ. അയ്യോ പൊയ്ക്കൂടി കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാമാൾ കൊല്ല എന്നോമലുണ്ണി. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാമാൾ കൊല്ല എന്നോമലുണ്ണി. പിച്ച നടന്നു കളിപ്പു നീ ഈ പിച്ചകമുണ്ടോ നടപ്പു. പിച്ച നടന്നു കളിപ്പു നീ ഈ പിച്ചകമുണ്ടോ നടപ്പു. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ. നാമിഞ്ഞറിയുവതൽപ്പം എല്ലാം ഓമനെ ദേവസങ്കൽപ്പം. നാമിഞ്ഞറിയുവതൽപ്പം എല്ലാം ഓമനെ ദേവസങ്കൽപ്പം. നന്ദി. അടുത്തതായിട്ട് ആൽബിൻ കെ ജെയിംസിൻ്റെ ഒരു ഗാനം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയെന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയെന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും
എനിക്കെങ്കിലും കൃപ നീയേ യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്നെ യേശുനാഥ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു. അടുത്തതായിട്ട് കൃതജ്ഞത പറയുവാനായിട്ട് ശ്രീ ജോസഫ് ജേക്കബിനെ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ലൈമറ്റ് പോലും ഒരുവിധം തണുപ്പിച്ചിരിക്കുകയാണ്. ഈ അമ്മച്ചിയുടെ 103-ാം ജന്മദിനം, അതുപോലെ ഷക്കീല എഴുതിയ സ്നേഹത്തിൻ്റെ നിറകുടത്തിൻ്റെ പ്രകാശനത്തിൻ്റെ ദിവസം നമ്മൾക്കെല്ലാം സന്തോഷിക്കാനുള്ളൊരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ 1.5 വർഷം മുമ്പ് ഷക്കീല വന്നിട്ട് അമ്മച്ചിയുടെ പരിചരണത്തിനായി വന്നു. അമ്മച്ചിയെ നോക്കി, നമ്മൾ പൈസ കൊടുക്കുന്നു, കൂലി കൊടുക്കുന്നു, ജോലി ചെയ്യുന്നു. ഇന്ന് പലയിടത്തും കാണുന്ന ഒരു പ്രക്രിയ അതാണ്. പക്ഷേ ഷക്കീൽ എന്ന വ്യക്തി അതായിരുന്നില്ല. ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചു, ഒരു ബുക്ക് തരാമോ? ഞാൻ ചോദിച്ചു, എന്തിനാണ്? ചുമ്മാ ഒന്ന് എഴുതാൻ. ഞാനൊരു വലിയ ഡയറി കൊടുത്തു. ചില 10 മണിക്കും 11 മണിക്കും ഒക്കെ കാണാം അമ്മച്ചി ഉറങ്ങിക്കഴിയുമ്പോൾ ഇരുന്ന് കുത്തിക്കുറിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തോന്നി, എന്താ ഇതുവരെ ഒന്നും കേട്ടിട്ടില്ലാത്ത ഒരാളാണ്, എഴുതുകയില്ലോ. എന്തായാലും ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്കത് ചില സ്നേഹത്തിൻ്റെ ചില സ്പർശങ്ങൾ കാണാൻ കഴിഞ്ഞു. അതായത് തിരുമേനിയെ ആശംസ എഴുതിയപ്പോൾ തിരുമേനി ഒരു വാക്ക് എഴുതിയിരുന്നു, കൊടുത്തു വാങ്ങുക. അതെ, ഈ പുസ്തകത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറകുടം എന്ന പുസ്തകത്തിൻ്റെ ആകത്തുകയും അതുതന്നെയാണ്. ഷക്കീല എന്ന വ്യക്തി അതേ കൊടുത്തു വാങ്ങി. അമ്മച്ചി തിരിച്ചും കൊടുത്തു, തിരിച്ചു വാങ്ങി. അവിടെ അതാണ് സ്നേഹബന്ധത്തിൻ്റെ അർത്ഥവും വ്യാപ്തി. ഷക്കീല വെറുമൊരു പരിചാരികയായോ വെറും അമ്മച്ചിയെ നോക്കാൻ വേണ്ടി മാത്രം, അമ്മച്ചി ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മച്ചിയെ ഉണർത്തിയിരിക്കാൻ വേണ്ടി പാട്ടുകൾ പാടും, വേദപുസ്തകം വായിച്ചു കൊടുക്കും, കഥകൾ പറഞ്ഞു കൊടുക്കും. അമ്മച്ചി വീണ്ടും വെറുതെ ഇരിക്കുമ്പോൾ ചോദിക്കും, അമ്മച്ചിയുടെ പഴയ കഥ എന്താണ്, അമ്മച്ചി എങ്ങനെയായിരുന്നു വളർന്നത്? അമ്മച്ചി വീണ്ടും ആ കഥകൾ പറഞ്ഞു തുടങ്ങും. 1000 വട്ടം കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇത് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്. സാരമില്ല, അമ്മച്ചിയെ ഉണർത്തിയിരുത്താൻ വേണ്ടിയല്ലേ. അതാണ് സ്നേഹബന്ധത്തിൻ്റെ ആഴം. ആ വെച്ച് നമ്മുടെ അവതാരിക AV ജോർജ് സാർ ഒരു വാക്ക് എഴുതിയിരുന്നു തൻ്റെ അവതാരികയിൽ, അമ്മച്ചിയും ഷക്കീലയുമുള്ള കെമിസ്ട്രി. അതെ, ആ കെമിസ്ട്രിയാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ആകത്തുകയും അതുതന്നെയാണ്. വെറും അമ്മച്ചിയുടെ ഒരു ചരിത്രമല്ല, ഞങ്ങളുടെ പൂപ്പള്ളി കുടുംബത്തിൻ്റെ ഒരു ചരിത്രമല്ല, അതൊന്നുമല്ല എന്നെ ഈ പുസ്തകത്തിലേക്ക് ആകർഷിച്ചത്. അന്ന് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഷക്കീലയോട് പറഞ്ഞു, എഴുതിക്കൊള്ളാം. ആദ്യം ബുക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ സ്നേഹത്തിൻ്റെ സ്പർശമുണ്ട്. അതെ, ഞാൻ പറഞ്ഞു, എഴുതുക, നമുക്ക് ഈ ബുക്കൊന്ന് പ്രകാശനം ചെയ്യാം. എഴുതി. ആരോടും ഞാൻ പറഞ്ഞില്ല. അമ്മച്ചി കുറേ എഴുതി കഴിഞ്ഞു. അത് എഴുതി കഴിഞ്ഞപ്പോൾ കുറേ ബുക്കുകൾ നിറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്ന് ചുരുക്കണം, ഇത്രയൊന്നും പ്രസിദ്ധീകരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ അതൊന്ന് ചുരുക്കി AV ജോർജ് സാറിനെ കാണിച്ചു. സാറും അത് നല്ല അഭിപ്രായം പറഞ്ഞു. അന്നാണ് എനിക്കൊരു സമാധാനം കിട്ടിയത്, ഇത് പ്രകാശനം ചെയ്യാൻ. ഞാൻ എൻ്റെ സഹോദരന്മാരോടെല്ലാം പറഞ്ഞു, അവരെല്ലാം പരിപൂർണ പിന്തുണ അതിന് തന്നു. അങ്ങനെ ഇന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും അധികം സന്തോഷിക്കാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. അതിന് എത്രമാത്രം നന്ദിയും കടപ്പാടും ഷക്കീലയോടുണ്ട്. ആ ഷക്കീല ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന അമ്മച്ചിയെക്കാട്ടി പ്രഗത്ഭരായ ആൾക്കാർ ഈ പൂപ്പള്ളി കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ എല്ലാം തണലിൽ ജീവിച്ച അമ്മച്ചി ഇന്ന് ഈ ഒരു പുസ്തകം എഴുതുകയും ഈ പുസ്തകത്തിലൂടെ ചില പ്രതിഷ്ഠ നേടുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, അതേ, ദൈവത്തിൻ്റെ നിയോഗം പല രീതിയിലാണ് നമുക്ക് വരുന്നത്. ഞാൻ അതിന് ഷക്കീലയോട് എന്നും നന്ദി പ്രകാശിക്കുന്നു.
ഞാനിപ്പോൾ അധികം നീട്ടുന്നില്ല. നമ്മുടെ തിരുമേനി വ്യക്തമായി പറഞ്ഞു, തിരുമേനി ആശംസയിൽ എഴുതിയിരുന്നു കൊടുത്തു വാങ്ങുക. അതുതന്നെ ഈ പുസ്തകത്തിൻ്റെ ആകത്തുകയും അതുതന്നെയാണ്. തിരുമേനി വളരെ നന്നായി അത് എഴുതി ഇവിടെ വരാമെന്ന് എന്നോട് പറഞ്ഞു. പുസ്തകം കണ്ടു കഴിഞ്ഞപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു, ഞാൻ തന്നെ വരാം, നാളെ പട്ടംകൊട ഉണ്ട്, വളരെ അത്യാവശ്യം ഉണ്ട്. എന്നിട്ട് തിരുമേനി ഇവിടെ വന്നു ഇത് പ്രകാശനം ചെയ്തു. മാത്യു തോമസും അതുപോലെ തന്നെയാണ്. എന്നും നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു MLA ആണ് മാത്യു തോമസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തീർച്ചയായിട്ടും വരാം, സകല ജോലികളും മാറ്റിവെച്ച് അതും ഇലക്ഷൻ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അതിൻ്റെ ജോലി തിരക്കുണ്ട്, എന്നിട്ടും ഇവിടെ വരികയും ഇവിടെ വന്ന് മുഴുവൻ സമയവും നമ്മളോടുകൂടെ ഇരിക്കുകയും ചെയ്ത ഒരു ജനപ്രതിനിധിയാണ് മാത്യു തോമസ്. അദ്ദേഹത്തോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ചോദിക്കുന്നു. അതുപോലെ അപ്പുവച്ചൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും അടുപ്പമുള്ള ഒരു അച്ഛനായിരുന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛനും ആശംസ എഴുതി തന്നു, വളരെയധികം നന്ദി അച്ഛനോടും ഉണ്ട്. ജോജി അച്ഛൻ അതുപോലെ ഞങ്ങളുടെ വികാരിയായിരുന്നു. ജോജി അച്ഛനും പറഞ്ഞ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞു, വന്നു, പ്രസംഗിച്ചു. അച്ഛനും ഉള്ള നന്ദി ഞാൻ അവതരിച്ചു. പിന്നെ ഇതിൻ്റെ പുസ്തകം അടിക്കുന്നതിന് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച 1-2 വ്യക്തികളുണ്ട്. ഇതിൻ്റെ കവർ പേജ് ചെയ്തു തന്നത് അഭിലാഷ് ടി നൈനാൻ എന്ന അച്ഛനാണ്. ഡൽഹിയിലെ എൻ്റെ അനിയൻ്റെ ഒരു ഫ്രണ്ടാണ്. അച്ഛനോട് പറഞ്ഞു, അച്ഛനൊരു മനോഹരമായ ഒരു പടം അമ്മച്ചിയുടെ വരച്ചു തന്നു. അച്ഛനോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിച്ചുള്ളത്. പിന്നെ ഇതിൻ്റെ ലേഔട്ട് ചെയ്തു തന്ന ബി ക്രിയേറ്റീവ് തിരുവല്ല, ഇതിൻ്റെ DTP ചെയ്തു തന്ന സുനില, ഇന്ന് ഇവിടെ ഈ ഓൺലൈൻ സർവീസ് ചെയ്തു തരുന്ന അജ്മൽ എൻ്റെ അനിയൻ മകൻ്റെ ഒരു ഫ്രണ്ടാണ്. അവരൊരുമിച്ച് ജോലി ചെയ്താണ്. ഇതെല്ലാം അതാണ് എനിക്ക് ഈ ബുക്കിൻ്റെ ഒരു പ്രകാശനത്തോട് അനുബന്ധിച്ച് പറയാനുള്ളത്. വെറുതെ ഒന്ന് ചോദിച്ചതാണ് മകന്, ഇതെങ്ങനെയാണ് ഓൺലൈൻ കാണിക്കാൻ പറ്റുന്നത്. ഉടനെ അജ്മൽ പറഞ്ഞ വാചകം, ഒന്നും പ്രയാസപ്പെടേണ്ട, ഞാനത് അവിടെ എത്തിയിരിക്കും. അങ്ങനെയായിരുന്നു ഈ ബുക്കിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോ കാര്യങ്ങളും എല്ലാം പരിപൂർണമായി നടത്തിക്കെട്ടി. ദൈവത്തിൻ്റെ ഒരു പരിപൂർണത ഇതിലെല്ലാം ദർശിക്കുവാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഇത് മൈക്ക് സെറ്റ്, MKC, ഞങ്ങൾ ഏത് പരിപാടി നടത്തിക്കഴിഞ്ഞാലും ഒന്നും ചോദിക്കാറില്ല. ജസ്റ്റിനെ വിളിച്ച് പറയും, മൈക്ക് വേണം, ഇവിടെ കൊണ്ടുതരും, എല്ലാം ചെയ്യും. അതുപോലെ തന്നെയാണ് ഫുഡ്. ടിജിയും ഈ കാര്യങ്ങൾ എല്ലാം എത്രമാത്രം സംതൃപ്തി എനിക്ക് കിട്ടുന്നു, എത്രമാത്രം പ്രയാസങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നു, ഇതെല്ലാം ഈ ഒരു ബുക്കിൻ്റെ പ്രകാശനത്തിൽ ഒരു തടസ്സവും നേരിടാതെ എല്ലാം മംഗളകരമായി നടന്നു കിട്ടി എന്നുള്ളതാണ് ഏറ്റവും മഹനീയമായിട്ടുള്ളത്. ഇവിടെ പ്രസംഗിച്ച എൻ്റെ അനിയൻ കൊച്ചുമാനെ, എൻ്റെ ബ്രദറിലോ മാത്യു ഉമ്മൻ, എല്ലാവരോടുമുള്ള പാട്ടുപാടിയ അതിഥി റീബ ജോ, ആൽബിൻ, എല്ലാവരോടുമുള്ള നന്ദിയും പ്രകാശിക്കുന്നു. ഒരു വ്യക്തിയെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, എൻ്റെ അനിയൻ്റെ ഭാര്യ. അവർ ഡൽഹിയിലാണ്, ഇന്ത്യ മാഗസിൻ എന്ന മാഗസിൻ്റെ മാനേജിങ് എഡിറ്ററാണ്. ഈ ബുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ബുക്ക് പ്രകാശിപ്പിക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒന്നും എനിക്കറിയില്ല. ജോസ് സാറിന് ഒരു ബുക്ക് പ്രകാശിപ്പിച്ചുള്ള പരിചയമുണ്ട്. ആ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് ഞാൻ മുന്നോട്ട് ഇറങ്ങിയത്. പക്ഷേ ശോഭയോട് പറഞ്ഞപ്പോൾ ശോഭ വളരെ ബഹുലമായ സമയത്തെ ഇവിടെ വരികയും 2 ദിവസം വരികയും ഇതിൻ്റെ ലേഔട്ട് നടത്തി തരികയും ചെയ്ത ശോഭയോടുള്ള നന്ദിയും ഞാൻ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഈ ബുക്ക് പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. കൊറോണ കാലത്ത് പലരും വരികയില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നിങ്ങളെല്ലാം ഇവിടെ വന്നു, ഇത് ശ്രവിച്ചു, അവസാനം വരെ ഇവിടെ നിന്നു. അതിന് എല്ലാവരോടുമുള്ള നന്ദിയും ഞാൻ പ്രകാശിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ കോപ്പി ഇവിടെ ഇരിപ്പുണ്ട്. ആർക്ക് വേണമെങ്കിലും എടുക്കാം. അത് ഫ്രീ ആണ്. അത് വായിച്ചു നോക്കണം. അത് വെറുതെ ഒരു പുസ്തകമല്ല, ഒരു കഥയല്ല. ഇന്നത്തെ കാലത്തെ പ്രയാസങ്ങളും മക്കളെ
വൃദ്ധസദനത്തിലാക്കുന്ന ഈ ലാഘത്തെ അത് അവർക്കൊരു മാർഗദർശിയായി തീരാനും സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു ദീപം ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനമെന്ന് ഞാൻ പറയും. അത് ജോർജ് സാർ വളരെ വൃത്തിയായി തന്നെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഈ പുസ്തകം ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. പിന്നെ ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിച്ചിട്ട് എല്ലാവരും പോകാമെന്ന് സവിനയം പറയുന്നു. താങ്ക് യു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് തിരുമേനിയുടെ കൊടുക്കാൻ പക്ഷേ തിരുമേനി എളുപ്പം പോയതുകൊണ്ടാണ് സാധിക്കാഞ്ഞത്. അമ്മച്ചിയുടെ ഈ 93-ാം ബർത്ത്ഡേ സംബന്ധിച്ച് ഒരു ചാരിറ്റി കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആ ചാരിറ്റി അതായത് പരുമല ഹോസ്പിറ്റലിലെ ഡയാലിസിസ് നടത്തുന്നതിന് വേണ്ടി വളരെയധികം ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് പൈസ ഇല്ല എന്ന് അവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ നിന്ന് അവർ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഒരു 160 പേരെ സ്പോൺസർ ചെയ്യുകയാണ്. അവർക്ക് ആവശ്യമായ ഡയാലിസിസ് കിറ്റ് തിരുമേനിക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നാണ്, തിരുമേനിയോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് തിരുമേനി ധൃതി വെച്ച് പോയതുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. അതുകൂടെ ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ പൊന്നു പിതാവാം ദൈവമേ, ഈ ദിവസത്തിൻ്റെ സന്ധ്യാറായ സമയത്ത് അടിയങ്ങൾ തിരുപ്പാദത്തിൽ അടുത്തു വന്നിരിക്കുന്നു. പല ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ വരുവാനും അമ്മാച്ചിയുടെ 103-ാം ബർത്ത്ഡേയുടെ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ചൊന്ന് കൂടുവാനും അവിടുന്ന് ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന ഈ വലിയ അവസരത്തിനായിട്ട് സ്തോത്രം. അമ്മാച്ചിയുടെ നീണ്ട ജീവിതം, അമ്മാച്ചി ഞങ്ങൾക്ക് കാണിച്ചു തന്ന വലിയ മാതൃക, അത് ഞങ്ങൾക്ക് പിൻപറ്റുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതിൽ ബുക്കിലെ കർത്താവെ അതൊന്ന് പകർത്തുവാൻ അടിയങ്ങൾക്കിടയായി. അമ്മാച്ചിയുടെ വലിയ നീണ്ട ജീവിതം അതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് വലിയൊരു പാഠമായിരുന്നു കർത്താവെ. അല്ലാതെ ഞങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയുകയല്ല, പിന്നെയോ അത് ജീവിതം കൊണ്ട് ജീവിച്ചു കാണിക്കുകയായിരുന്നു. ഇങ്ങനെ ഉണ്ടായൊരു വലിയ അവസരത്തിനായിട്ട് സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ചെറുതും വലുതുമായിട്ട് ചെയ്ത എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവകൃപയും ദൈവാനുഗ്രഹത്തോടും കർത്താവെ അവരെയും നീ കാത്തനുഗ്രഹിച്ച് പരിപാലിക്കണമേ. ഈ അവസരം ഞങ്ങൾക്ക് കർത്താവെ ഒരുക്കി തന്നതിനായിട്ട് നിന്നെ വാഴ്ത്തുന്നു. ഈ പുസ്തകം ഇതിൻ്റെ വിലയേറിയ ഒരു വലിയ കർത്താവെ ഷക്കീലെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകളിലൂടെ അവിടുന്ന് പ്രവർത്തിച്ചു. അമ്മാച്ചിയെ ശുശ്രൂഷിച്ചതുമൂലം അമ്മാച്ചിയിൽ നിന്ന് ലഭിച്ചതായ വലിയ അനുഭവങ്ങൾ പകർത്തുവാൻ നിൻ്റെ മകൾക്ക് അവിടുന്ന് ശക്തി നൽകിയത് ഓർത്തും സ്തുതിക്കുന്നു. കൂടി വന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇതിൻ്റെ ആദ്യാവസാനം അവിടുന്ന് കൂടെ ഇരുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും നീ കൃപയിൽ പൊതിഞ്ഞ് പരിപാലിക്കണമേ. അമ്മാച്ചിയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൃഷ്ടായുസ് സമാധാനത്തോടും പ്രത്യാശയോടും കൂടെ തന്നെ ആയിരിക്കാൻ ഇടയാക്കണേ. മാനവും മഹത്തോട് നിർത്താട്ടെ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ.
I come before you today, and there's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I will bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. For all you've done in my life, you took my darkness and gave me your light. Thank you, Lord. Thank you, Lord. You took my sin and my shame. You took my sin and my shame. You took my sickness and healed all my pain. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I will bless your name.